നമസ്കാരം. ഇന്ന് നമുക്കറിയാം, ഒരു 2 മണിക്ക് അരീക്കോട് കീഴുപറമ്പ് പഞ്ചായത്തിലെ പറക്കാട് സ്കൂളിനടുത്ത് മനുഷ്യ മനസ്സിനെ ഏറെ സങ്കടത്തിലാഴ്ത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബാപ്പു എന്ന് വിളിപ്പേരുള്ള ബാപ്പുവിൻ്റെ ആല 3 കാളകളാണ് ഈ ഒരു ആലക്ക് തീ പിടിച്ചതിനെ തുടർന്ന് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. നമുക്കറിയാം, പ്രാഥമികമായി അദ്ദേഹത്തിന് ഷോർട്ട് സർക്യൂട്ടാണോ അതെങ്കിലും മറ്റെന്തെങ്കിലും അഭാവങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾ എത്ര അവസാനമായിട്ട് എപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്നത്? 12:40. അതിനുശേഷം ആ സമയത്ത് എന്തെങ്കിലും തീയോ മറ്റു കാര്യങ്ങളോ? ഒന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ താങ്കൾക്കുണ്ടോ? സംശയങ്ങളുണ്ട്. താങ്കൾ അതിനനുസരിച്ച് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പ്രതികരിക്കും ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇതിൻ്റെ മുകളിൽ എന്തായിരുന്നു ഇട്ടിരുന്നത്? ഷീറ്റായിരുന്നു. ഷീറ്റ് താർപ്പായി. നമുക്കതിൻ്റെ ആലക്ക് മുകളിൽ ഈ ഒരു കനത്ത ചൂടായതുകൊണ്ട് അതിൻ്റെ ഓല മേഞ്ഞ് അതിൻ്റെ മുകളിൽ ഷീറ്റിട്ട ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് സർക്യൂട്ടല്ല, ഒരു സംശയപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അരീക്കോട് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവുകയും ചെയ്യും. ഞാൻ ജീവൻ പോയാലും അതിൻ്റെ അറ്റം വരെ വാപ്പ് പോവുകയും ചെയ്യും. ഇതിനെ കാളപ്പൂട്ടിന് ഇപ്പം അടുത്തെന്നാണ് പങ്കെടുപ്പിച്ചത്? കഴിഞ്ഞ 29 കഴിഞ്ഞ വ്യാഴാഴ്ചയിലടക്കം കാളപ്പൂട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ രീതിയിലുള്ള ട്രോഫികളൊക്കെ വാങ്ങി നിൽക്കുന്ന 3 കാളകളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും അരീക്കോട് പോലീസ് കേസെടുത്ത് അതിൻ്റെ അന്വേഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ കീഴുപറമ്പ് പഞ്ചായത്തിലെ വെറ്റിനറി സർജൻ അല്പസമയത്തിനകം അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. സ്ഥലത്ത് അരീക്കോട് പോലീസ് SHO ഹരിദാസൻ സാർ എത്തിയിട്ടുണ്ട്. ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അധികാരികളുടെ അകത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. നാടിനെ നടുക്കിയിട്ടുള്ള ഈ ദാരുണമായ ഈ ഒരു തീപിടുത്തം ആദ്യമായിട്ട് കണ്ടത് ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു കത്തുന്നത് കണ്ടത്? ഞാൻ 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്തുള്ള മോണ്ടാവും, അതിലൊക്കെ ഓടി കിടക്കുന്ന മോനാണ്. അവൻ വന്ന് പറഞ്ഞാൽ പുകയുണ്ടെന്ന് പറഞ്ഞു ഓടി വന്ന് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പകുതിയും കത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മുരികളൊക്കെ അതിൽ പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അവരെ വിളിക്കുക? ഇതെങ്ങനെ? ആദ്യം പുള്ളിയെന്ന് വിളിച്ചു. പിന്നെ മോനെ വിളിച്ചു ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു. ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തിയതിന് ശേഷമാണോ ഇത്രയും ഈ രീതിയിൽ തീയാണൊക്കെ വേണ്ടി? ഇപ്പോഴേക്കും കുറച്ച് നേരം വൈകിയുണ്ട്. അപ്പോഴേക്കൊക്കെ പുള്ളിൻ്റെ പുള്ളി തന്നെ വന്നു, വാപ്പു തന്നെ വന്നു. വാപ്പു വന്ന് ബാക്കിൽ നായക്കളെ തുറന്നു വിട്ടു. ഇവിടുന്ന് നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് കെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി? എൻ്റെ ഓസ് ഇങ്ങോട്ട് എത്തൂല, അവിടെ എത്തുള്ളൂ. വീട്ടിലുള്ള ഓസ് ഇങ്ങോട്ട് എത്തില്ല. 2 ബാക്കെല്ലാം കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് അപ്പുറത്തുള്ള പ്രദീപ് പറഞ്ഞാൽ വന്നു, ബാബു പറഞ്ഞാൽ വന്ന് അങ്ങനെ എടുത്താൻ ശ്രമിച്ചു. ഇവിടെ അടുക്കാൻ വയ്ക്കില്ല, അവിടെ നിന്ന് കണ്ട് വരാൻ പറ്റില്ല. അത്രയും തീയായിരുന്നു. പിന്നെ ലൈനൊക്കെ ഉള്ളതല്ലേ, വീട് കൊണ്ട് വന്നോല്ല. കാള ഇത് കിടന്ന് ചാടി കളക്കിയുണ്ട്. ആദ്യം കണ്ട ബാബുവേട്ടനാണ് നമുക്ക് വിവരങ്ങൾ ശേഖരിച്ചു തന്നത്. നമുക്കറിയാം, ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു ദാരുണമായ നാടിനെ നടക്കിയിട്ടുള്ള ഒരു സംഭവം. എപ്പോഴാണ് മെമ്പർ ഇത് അറിയുന്നത്? ഞാൻ ഉച്ച സമയത്ത് അരീക്കോട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഒരു ചെറിയ പ്രശ്നമായിട്ട് അവിടെ എത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നാണ് ഈ വിവരം ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതാണ്. പോലീസുകാരൊന്നും ഇങ്ങോട്ട് വിടണം, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കേട്ട സ്ഥിതിക്ക് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമായിപ്പോയി. എന്താ വെച്ചാൽ പിന്നെ വാപ്പുവിനെ സംബന്ധിച്ചോളം കുറേ വർഷങ്ങളായല്ലോ. വാപ്പു ഇപ്പോൾ കുറച്ച് അപ്പുറത്തായിരുന്നു, ആദ്യം പറക്കാട് സ്കൂളിൻ്റെ ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അവിടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഇവിടെ നല്ല രീതിയിൽ എല്ലാവർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉള്ളൊരു ആളായിരുന്നു. പിന്നെ കളകൂട്ടനൊക്കെ കൊണ്ടുവരുന്ന നല്ല ഇതായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാർഡ് എന്നുള്ളതിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഒക്കെ കാണലുണ്ട്. നല്ല വൃത്തിയിലും നല്ല രീതിയും കൊണ്ടു നടക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ദയനീയാവസ്ഥ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വളരെയധികം സങ്കടമുണ്ട് ഇത് കാണുമ്പോൾ. നമുക്കിതിൽ ഇൻഷൂർ പോലുള്ള നമ്മുടെ കീഴുപറമ്പ് വെറ്റിനറി സർജൻ അഖിൽ സാറാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷൂർ പരമായിട്ടുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ പരിചയം? ഇൻഷൂർ പൊതുവേ ചെയ്യാറ് പശുക്കൾക്കാണ്. പശു, ആട്, കറവ അങ്ങനത്തെ ഇവർക്കൊക്കെ ഇൻഷൂർ ചെയ്യാറുള്ളൂ. ഇപ്പം ഇത് കാളകളല്ലേ, കാളകൾക്ക് ഇൻഷൂർ ഇല്ല, അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അവർ ചെയ്യാറില്ല, ആരും അത് ഇൻഷൂർ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ ഇതിപ്പം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പഞ്ചായത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കി കൊടുക്കും. ഞാനിപ്പോൾ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. അത്രയാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ബാപ്പു നേരത്തെ നമ്മളോടൊപ്പം ചേർന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ടല്ല ചെയ്തില്ല ഒരു സംശയം പ്രകടിപ്പിച്ച് അരീക്കോട് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് മെമ്പർക്ക്?
അതിനെക്കുറിച്ച് ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനറിയില്ല. എന്താ വെച്ചാൽ അതിപ്പോൾ ബാപ്പുവിനെ തന്നെ അതിനെപ്പറ്റി അറിയുള്ളൂ. ഇപ്പം ഇവിടെ ഇപ്പം അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇവിടെ ആ പീടികയിലും ഇതേമാതിരി ഒരു കത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് മിനിയാന്ന്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനതിന് ഉത്തരമില്ല. എന്താ വെച്ചാൽ ഇപ്പം ബാപ്പുവിനെ തന്നെയല്ലേ സംശയം. അപ്പം ബാപ്പുവിനെ അതിൻ്റെ ഒരു ഇത് പറയണം. അതിനെന്താ പറയുക, നമ്മളെ ഭാഗത്തു നിന്ന് എന്താണോ വാർഡ് മെമ്പർ എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും മെമ്പറുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ പഞ്ചായത്തിൻ്റെയും മെമ്പറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് മെമ്പർ അറിയിച്ചിട്ടുള്ളത്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.